ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൺ. ഇന്നതാ ഇവളുണ്ട് എൻ്റെ കൂടെ ആസ് യൂഷ്വൽ. ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കുക പായസം. ഞാൻ ഒരു സാധനവും വിടുന്നതല്ല, എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോവാ. അതെ. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു വിഷു സ്പെഷ്യൽ പൈനാപ്പിൾ പായസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒത്തിരി ഹെവിയും അല്ല, ഭയങ്കര ലൈറ്റാണ്. ഒത്തിരി നെയ്യും ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയത്തില്ല. ഇച്ചിരി പണിയുണ്ട്, പക്ഷെ എല്ലാം കൂടെ എടുത്തു വെച്ചാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പ്ലീസ്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതെ, പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഞങ്ങൾ. സോ അതും ലീനൂസ് കിച്ചൺ തന്നെ. അപ്പോൾ അതിലും പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്നുമല്ല, ബട്ട് നമ്മുടെ അപ്കമിങ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതും. സോ കീപ് വാച്ചിങ് ലീനൂസ് കിച്ചൺ. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്ന് ഒരുക്കി വെക്കാം. ഇതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഴുത്ത പൈനാപ്പിൾ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിത് കുറച്ച് ദിവസം ആയി മേടിച്ച് വെച്ചിട്ട് പഴുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയും പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്തത് വേണ്ടത് പായസത്തിന് ഓഫ്കോഴ്സ് ശർക്കര. ഞാനിവിടെ 500 ഗ്രാം, അതായത് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ്. എന്നിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതിലെന്തെങ്കിലും മണ്ണോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഇച്ചിരി ഗോൾഡൻ കളർ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഈ കളർ യൂസ് ചെയ്താൽ നല്ലതാണ്, കാരണം പൈനാപ്പിൾ അല്ലേ. അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ ആ കളർ ഇച്ചിരി കിട്ടും ഈ കളർ യൂസ് ചെയ്താൽ. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് ഒന്നാം പാലും 3 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചൗവരിയാണ്. 1/2 കപ്പ് ചൗവരി നിങ്ങൾ കഴുകിയിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അത് കുക്കായി വരാൻ ഈസിയാണ്, സമയം കുറച്ച് മതിയാവും. അപ്പോൾ അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൗവരിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ 1/4 കപ്പ് എടുത്താലും മതി. ഈ പൈനാപ്പിളിന് ഒരു കൊഴുപ്പും എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൗവരി ആഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വേണ്ടത് കശുവണ്ടിയും കിസ്മിസും. ഇത് രണ്ടും കൂടെ നെയ്യിലിട്ട് വറുത്തതാണ് ഇവിടെ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. പിന്നെ ചെയ്യേണ്ടത് ചൗവരി വേവിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാനിൽ ചൗവരിയും വെള്ളവും, നിറച്ച് വെള്ളം എടുക്കണം. കാരണം ഇത് വെന്ത് വരുമ്പോൾ വെള്ളം കുറയാൻ പാടില്ല. അപ്പോൾ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ആൻഡ് ഇത് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ചൗവരി വേവാൻ വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളിയോ, നിങ്ങൾക്ക് വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കാരണം നമുക്കിതിൽ പൈനാപ്പിൾ ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പൈനാപ്പിൾ ചേർക്കാം. ഇനി ഈ പൈനാപ്പിൾ നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. അതായത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റണം. ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ കിട്ടണം. അത് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും, ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒഴിക്കാം. ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പായസം ഉണ്ടാക്കുമ്പോൾ മെയിൻ കാര്യം വരുന്നത് ഇളക്കലാണല്ലോ. അപ്പോൾ ഇവിടെയും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇത് നല്ല തിക്കാവും. ഈ ശർക്കരയും പൈനാപ്പിളും കൂടെ നന്നായി തിക്കായി വരും. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ദാ ഈ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ,
ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഭയങ്കര വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. ഇതും നന്നായി തിക്കായി വരണം, അതായത് നമ്മൾ ഒഴിച്ച പാലൊന്ന് കുറഞ്ഞു വരണം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. ഇതും ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇടയ്ക്ക് നോക്കണം ചവ്വരി വെന്തിട്ടുണ്ടോയെന്ന്. വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവും. അത് ഫുള്ളി ട്രാൻസ്പെറൻറ്റ്, എല്ലാ ചവ്വരിയും കൂടെ ട്രാൻസ്പെറൻ്റ് ആയതിന് ശേഷം അതൊന്ന് ഡ്രെയിൻ ചെയ്യുക. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക അതിൻ്റെ പുറത്തോട്ട്, കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ടത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഈ പായസം ഉണ്ടല്ലോ, പൈനാപ്പിൾ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കാരണം ആ പൈനാപ്പിളിൻ്റെ ഇച്ചിരി പുളിയും പിന്നെ ആ മധുരവും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണ് ഈ പായസത്തിന്. നമ്മുടെ സാധാരണ പരിപ്പോ അരിയോ അടപ്രഥമനോ പോലത്തെ ടേസ്റ്റ് അല്ല, ഇത് ഇച്ചിരി വ്യത്യാസമായുള്ള പായസമാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും ഒഴിച്ചത് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി നമുക്കിതിലേക്ക് ഇടാം. ഇത് കണ്ടോ, ചവ്വരി എല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, നല്ല മുത്തുമണി പോലെ ഇരിക്കുന്നില്ലേ. അപ്പോൾ നമുക്കതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചവ്വരിയും കൂടെ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. കാരണം അറിയാലോ, ആ മധുരം ഒക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആ 1.5 കപ്പ് ഒന്നാം പാലും കൂടെ ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം, കാരണം ഒന്നാം പാൽ ചേർത്തിട്ട് അത് തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ അത് പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ നന്നായി ചൂടാവണം. അത് ജസ്റ്റ് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. കാരണം ഈ തേങ്ങാപ്പാൽ ചൂടായില്ലെങ്കിൽ പായസം പെട്ടെന്ന് അഴുക്കാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് ചുക്ക് പൊടിയും ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ ഇതും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി. അപ്പോൾ ഇതെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പായസം. ഓക്കെ, നോക്കണ്ടേ എല്ലാം കറക്റ്റാണോ, മധുരം ആവശ്യത്തിനുണ്ടോ എല്ലാം. സൂപ്പറായിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. മധുരം, പുളിക്ക് പുളി, മധുരത്തിന് മധുരം, പിന്നെ ഏലക്കയുടെ ആ ഫ്ലേവറും എല്ലാം കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണെന്നൊന്നും ഞാൻ പറയത്തില്ല, ടൈം എടുക്കും. പക്ഷേ ഒത്തിരി ചടങ്ങൊന്നുമില്ല, എല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തീരാവുന്നേ ഉള്ളൂ. നമ്മൾ ആ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ സമയമേ ഉള്ളൂ കൂടുതൽ സമയം. പിന്നെ പൈനാപ്പിൾ ചെത്തിയെടുക്കാനും ഉള്ള സമയം മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷേ ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വ്യത്യാസമായ പായസം, പൈനാപ്പിൾ പായസം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിക്കുക. നല്ല കണിയൊക്കെ കണ്ട് നല്ലൊരു വർഷം എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ ലീനൂസ് കിച്ചൺ ഇനിയും കാണുക. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൺ.